I understood from them what a difficult position they are in. Every day they have to go back and work in the same place. If they don't work, they don't earn. They are poor. At the same time, every day they fear for their lives. ഓരോ സമയത്തും എങ്ങനെ ജീവൻ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ പ്രയാസങ്ങളും ആകുലതകളും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ സ്ഥലത്ത് ഒരേ രീതിയിൽ പല രീതിയിലുള്ള ജീവനോപാധി പ്രവർത്തനങ്ങൾക്ക് കടന്നു പോകുമ്പോൾ അതിന്റെ ഭയവും അതിന്റെ പ്രയാസങ്ങളും ആകുലതകളും ഇന്ന് ഈ മേഖലകളിൽ മുഴുവൻ നിഴലിച്ചു നിൽക്കുകയാണ്. Then I went to the district collectorate and I spoke with all the forest officers, all the officers of the collectorate, and we had a long discussion. ഞാൻ അതിനുശേഷം കളക്ടറേറ്റിൽ പോയി. കളക്ടറേറ്റിൽ ഞാൻ പ്രത്യേക നിർദ്ദേശം കൊടുത്തൊരു മീറ്റിംഗ് വിളിച്ചിരുന്നു. ആ മീറ്റിംഗിൽ ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ അവിടെ വിശദമായി ഞാൻ ചർച്ച ചെയ്തു. And I understood from them that they are also trying their best. They are making a big effort to try to protect human life and to try to help and support you as you face this problem. അവിടെ വെച്ച് എനിക്ക് മനസ്സിലായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും നമ്മുടെ മേഖലകൾ സംരക്ഷിക്കാനും അവരും അവരുടേതായിരിക്കുന്ന വലിയ പരിശ്രമങ്ങൾ എടുക്കുന്നുണ്ട്. And I understood that they are also working in very difficult circumstances. അവരും ഒരു പ്രത്യേകമായിട്ടുള്ള വലിയ പ്രയാസകരമായ സാഹചര്യത്തിലാണ് അവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. And the main reason for this is that the state and the central government are not prioritizing this issue. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വന്യജീവി സംഘർഷത്തെ ഏറ്റവും പ്രാധാന്യമുള്ള പ്രശ്നമായി അവർ എടുത്തു കാണിക്കുന്നില്ല, അവർ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. The most important thing that they need, the forest officers, the district administration, that you need to protect you from this kind of situation are funds. ജില്ലാ ഭരണകൂടവും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കും ഏറ്റവും നമ്മുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും ജനങ്ങളുടെ കാർഷിക ജീവനോപാധി മേഖലകളെ സംരക്ഷിക്കാനും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതായ കാര്യം ഫണ്ടിന്റെ അപര്യാപ്തതയാണ് അവർ നേരിടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നം. They need more guards, they need funds for that, they need more funds for fencing, they need funds to fix the existing trenches and walls. They need money to be able to resolve this issue, to be able to give you protection. പുതിയതായ ഉപകരണങ്ങൾ വാങ്ങുവാൻ, അതോടൊപ്പം പുതിയ ഗണ്ണുകൾ സംഭരിക്കുവാൻ, ഫെൻസിങ്ങിന് ആവശ്യമുള്ളതായ വിവിധങ്ങളായ ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, നിലവിലുള്ളതായിരിക്കുന്ന ട്രെഞ്ചുകൾ, കുഴികൾ, ആ കുഴികൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയതായിരിക്കുന്ന ട്രെഞ്ചുകൾ കുഴിക്കാൻ